പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുമായി ഒരുമിച്ച് ദൈവവചനം ശുശ്രൂഷിപ്പാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ആ നല്ല ഭാഗ്യത്തെ ഓർത്ത്, നല്ല അവസരത്തെ ഓർത്ത്, ആ നല്ല കർത്താവിനെ ഇന്ന് രാത്രിയിലും ഒരിക്കൽ കൂടി സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ നിങ്ങളുടെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കുന്നു. നിന്നതല്ല, കർത്താവ് നിർത്തിയതാണ്, നേടിയതല്ല, സ്വർഗത്തിലെ ദൈവം എല്ലാം തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്. ആമേൻ. ബലഹീനതയിൽ ബലം പകർന്ന് നിൽക്കുവാനുള്ള ദൈവിക ശക്തിയും ദൈവിക കൃപയും ദൈവിക ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ നൽകി കർത്താവ് ഇത്രത്തോളം നിലനിർത്തി ദൈവം ആ സ്നേഹിക്കുന്ന വിധങ്ങളെ ഓർത്ത് എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും മതി വരാത്ത ആ സ്വർഗീയ സന്തോഷം, മകൾ ഭാഗ്യം എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് ഒരുക്കി. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്ത് വൺസ് അഗെയിൻ ഞാൻ പറയട്ടെ. ആമേൻ. ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. ഹല്ലേലൂയ. നീണ്ട വർഷങ്ങൾക്ക് മുമ്പേ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ട സ്ഥാനത്ത് പിശാചും മാനുഷിക കരവും ഒരുമിച്ച് വാദിച്ചു നിന്റെ ജീവിതത്തെ തകർത്ത് കളയും, നിന്റെ ആയുസ്സിനെ എടുത്തു കളയും. ആ സ്ഥാനത്ത് ആമേൻ ദൈവം ആയുസ് തന്ന് ആരോഗ്യത്തെ തന്ന് കർത്താവ് നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അവസാന ശ്വാസം വരെയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കാരണം ഇന്നും നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ നിൽക്കുന്നത് തന്നെ ആ ദൈവത്തിന്റെ കൃപയാണ്. ദൈവം എന്നെ അങ്ങനെ ആക്കിയത് കൊണ്ട്, അപ്പൻ ഒരു പ്രാവശ്യം കൂടെ അവസരം തന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ആമേൻ എനിക്ക് കഴിഞ്ഞത്. അല്ലാതെ എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ, പാട്ടുകാരൻ പാടുന്നത് പോലെ എൻ ശക്തിയാലല്ല, എൻ്റെ ആമേൻ ബലത്താലല്ല, ആമേൻ ഒന്നും കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാണ്. ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആമേൻ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അവസരം ഒരുക്കിയല്ലോ. പ്രത്യേകാൽ ഒരു അറിയിപ്പുള്ളത്, നമ്മുടെ ഞായറാഴ്ച ദിവസങ്ങളിലെ മോർണിംഗ് സെക്ഷൻ 10 മണി മുതൽ 12 മണി വരെ കാക്കാമൂല പ്രൈഷർ ഫാമിലിയിലാണ് മീറ്റിംഗ് നടക്കുന്നത്. രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ MS പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ മീറ്റിംഗ് നടത്തുന്നത്. അത് രണ്ടാമത്തെ സെക്ഷനാണ്. ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ നിങ്ങൾ ആ റൂട്ടുകളിലുള്ളവരൊക്കെ നിങ്ങൾ കടന്നു വരിക. ഒരുമിച്ച് നമുക്ക് ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ആമേൻ സ്വർഗത്തിലെ ദൈവം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനകളും ഒക്കെ ആമേൻ നിങ്ങൾക്ക് അനുഭവിക്കുവാനിടയായിത്തീരും. ഡയറക്റ്റായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ആമേൻ ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് സഹായിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരിക, വിടുതലുകളെ പ്രാപിക്കുക. കഴിഞ്ഞ ഓരോ മെസ്സേജുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും നന്മകളും വിടുതലിനും വീര്യപ്രവർത്തികൾക്കും കാരണമായി തീർക്കുന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായി സമർത്ഥമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുമായി ആമേൻ ഞാൻ ദൈവവചനം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിച്ചായിരിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കറിയാം, മാർച്ചിൽ ഞാൻ മധ്യപ്രദേശിൽ പോകുവാനിടയായി. അവിടെ കടന്നു ചെന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു കുഞ്ഞിനോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുവാനിടയായി, നീ അയർലൻഡിലേക്ക് കടന്നു പോകും, ദൈവിക വാക്തത്വം നിന്നോടൊപ്പമുണ്ട്, നീ ആ രാജ്യത്തേക്ക് കടന്നു പോകും, യെസ് അതങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞത് ഇതാണ്, സിസ്റ്റർ പറഞ്ഞതുപോലെ എന്നോട് മറ്റൊരു ആന്റിയും ഇങ്ങനെ ഒരു ദൈവാലോചന പറഞ്ഞു, അത് നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പക്ഷെ ആലോചന കേട്ട അന്ന് മുതൽ ആ കുഞ്ഞിന്റെ ജീവിതത്തിനകത്ത് വലിയ പ്രതിസന്ധികളും വേദനകളും ഒക്കെ കടന്നു വന്നു. അവളുടെ യൗവന പ്രായത്തിൽ അവൾക്ക് ഉദരത്തിൽ ഒരു കത്തി വെക്കേണ്ടി വന്നു. ആമേൻ. അങ്ങനെ ഒത്തിരി 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 പ്രശ്നങ്ങൾ. അവളുടെ ഭവനത്തിനകത്തുമൊക്കെ പിശാച് ഭയങ്കരമായിട്ട് ആധിപത്യം പറഞ്ഞ ആ കുഞ്ഞിനെ ആ ഭവനത്തിൽ നിന്ന് ചിതറിക്കുവാൻ പിശാച് വളരെ പദ്ധതി ഒരുക്കി. അവൾ ഒത്തിരി മാനസികമായി തകർന്നു. ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ആരുമില്ലാതെ ആ മകൾ വളരെ ഭാരപ്പെട്ട. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ അവിടെ കടന്നു ചെല്ലുവാനും ആ കുഞ്ഞിനെ പരിചയപ്പെടുവാനും ഇന്ന് ഈ നിമിഷം വരെയും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ മകൾക്ക് വേണ്ടി ഞങ്ങൾ ഫാസ്റ്റിങ്ങോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് ആ കുഞ്ഞും വിശ്വസിച്ചു, ഞാനും വിശ്വസിച്ചു. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും, ദൈവം വീര്യ പ്രവർത്തികളെ ചെയ്യും. ദൈവസന്നിധിയിൽ ആര് ഉപവസിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, നിന്റെ പ്രായമല്ല അതിന് വിഷയം, നിന്റെ സാഹചര്യമല്ല വിഷയം. ആമേൻ. ദൈവത്തിന് വേണ്ടി ആമേൻ പ്രയോജനപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ, നിന്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ നീ താല്പര്യപ്പെടുന്നുണ്ടോ, നീ ദൈവത്തിന് വേണ്ടി ഓടുന്ന ഒരു വ്യക്തിയാണോ, നിന്റെ നല്ല സമയം നീ കർത്താവിന് വേണ്ടി ആമേൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ, നിശ്ചയമായും ഒരു സ്ഥാനത്തും പരാജയപ്പെട്ടു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. റിസൾട്ട് ഞാൻ പറയട്ടെ. കഴിഞ്ഞ ആ ദിവസങ്ങളിലൊക്കെ പ്രിയമകൾ പ്രാർത്ഥനയോടെയായിരുന്നു. താൻ ഇന്റർവ്യൂവിന് കടന്നുപോയി. ആ ഇന്റർവ്യൂവിന് തനിക്ക് ലഭിക്കുവാനിടയായി. വിസ അപ്രൂവൽ ആകാതെ വണ്ണം പിശാച് വളരെയധികം തടസ്സമിടുവാനിടയായി. ഈ ദിവസങ്ങളിൽ ആമേൻ സ്വർഗത്തിലെ ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ചു എന്നുള്ള സാക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി ഫാസ്റ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ്
എഴുന്നേറ്റ് ആ 5 മണി സമയത്ത് 5:10 താൻ കോൾ ചെയ്തു, ആന്റി എന്റെ വിസ അപ്രൂവൽ ആകുവാനിടയായി. ദൈവം വലിയ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആമേൻ. സാഹചര്യങ്ങൾ ആ കുഞ്ഞിന് അനുകൂലമല്ലായിരുന്നു, ഒത്തിരി പ്രതികൂലമായിരുന്നു. വിടത്തില്ല എന്ന് പിശാച് വാദിച്ചു. ദൈവം വലിയ അത്ഭുതത്തെ പ്രവർത്തിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടിയും അത്ഭുതം പ്രവർത്തിക്കുവാൻ അവൻ മതിയായവനാണ്. ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിക്കുക. നമ്മുടെ ലൈവുകളിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥന കൂടെയുണ്ട്. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് വൈകിവേളയിലും അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേയത്. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേയത്. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ഓ നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയായല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയായല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവ കൃപയാൽ നിർത്തിയിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. കോഴി തൻ കുഞ്ഞിനെ ചീറാകടിയിൽ മാറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചീറാകിന്മീതെ വാഹിക്കും പോലെ. കോഴി തൻ കുഞ്ഞിനെ ചീറാകടിയിൽ മാറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചീറാകിന്മീതെ വാഹിക്കും പോലെ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ഓ നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയായല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയായല്ലയോ എന്നെ നടത്തിയത്. കൂരിരുൾ താഴ്വരയിൽ
ഭയം കൂടാതെ എന്നെ നടത്തും നാഥാ. വൈഷമ്യമേടുകളിൽ കാരം പിടിച്ച് എന്നെ നടത്തും നാഥാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തും നാഥാ. വൈഷമ്യമേടുകളിൽ കാരം പിടിച്ച് എന്നെ നടത്തും നാഥാ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ഓ നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവ കൃപയാൽ, നിർത്തിയിടും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവസന്നിധിയിലായിരുന്നാട്ടെ. നമ്മൾ വായിച്ചു കേട്ടു സങ്കീർത്തനങ്ങളുടെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അതേ പ്രിയ ദൈവമക്കളെ, ഇന്ന് പകലിലും എനിക്ക് പറയുവാനുള്ളത് നിങ്ങളൊരു യാക്കോബ. ആമേൻ, ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും. അതെ, നിങ്ങൾ യാക്കോബുമാരാണ്. നിങ്ങൾ സന്തോഷിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ സ്ഥിതിയെ കർത്താവ് മാറ്റും. ആമേൻ. നിങ്ങളുടെ അവസ്ഥകളെ കർത്താവ് മാറ്റും. നിങ്ങളുടെ സാഹചര്യങ്ങളെ കർത്താവ് മാറ്റും. നിങ്ങളുടെ ഇന്നുള്ള ലെവലുകളെ കർത്താവ് മാറ്റും. നീണ്ട നിരാശയുടെയും ആമേൻ വേദനയുടെയും പ്രതിസന്ധിയുടെയും ആമേൻ ദുഃഖത്തിന്റെ ആഴക്കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ സന്തോഷിക്കുവാൻ പോകുന്നു, നിങ്ങൾ ആനന്ദിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ സ്ഥിതിക്ക് സ്വർഗത്തിലെ ദൈവം മാറ്റം വരുത്തുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആമേൻ പറഞ്ഞാട്ടെ. അതെ, ഞാൻ സന്തോഷിക്കുവാൻ പോകുന്നു. എന്റെ ദുഃഖം മാറി ഞാൻ സന്തോഷമായി തീരുവാൻ പോകുന്നു. എന്റെ ദൈവം എത്ര നല്ലവനെന്ന് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി രുചിച്ച് പറയത്തക്ക രീതിയിൽ എന്റെ ജീവിതത്തെ സ്വർഗത്തിലെ ദൈവം മാറ്റുവാൻ പോകുന്നു. എന്റെ അവസ്ഥകളെ കർത്താവ് മാറ്റുവാൻ പോകുന്നു. ലോകം നിന്റെ അവസ്ഥയെ കണ്ട് നിന്നെ ഇട്ടിട്ട് പോകുമ്പോൾ, സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിന് മുൻപിൽ പ്രതികൂലമായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, ആമേൻ, അവൻ നിന്റെ സ്ഥിതിയെ മാറ്റും. ഹല്ലേലൂയ. നീ സന്തോഷിക്കും. എന്നും ജീവിതത്തിനകത്ത് ഈ ദുഃഖത്തിന്റെ അവസ്ഥയിൽ ആമേൻ കാണപ്പെടുവാൻ കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഒരു കഷ്ടത നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഓടിപ്പോക്ക് നിന്റെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ഒരു ദൂത് പറയുന്നു, ഒരു പുറപ്പെടലിന്റെ സമയം. ജൂഡവന ശംതന റേഥേലഘടക ശംതനാരകൽക്കടക. എനിക്കറിയത്തില്ല ആരോടോ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി സംസാരിക്കുന്നു. അതേ മാതാവേ, അതേ പ്രിയ സഹോദര, അതേ പ്രിയ കുഞ്ഞെ, നിനക്കൊരു പുറപ്പാടുണ്ട്, നിനക്കൊരു പുറപ്പെടലുണ്ട്. വേഗത്തിൽ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിനക്കൊരു പുറപ്പെടൽ. ജൂഡവന ഹടകസിയ അന്തൽ ഘടകരഗതന ഘടക ശംതന രകൽക്കടകസി. നിന്റെ ജീവിതത്തിന്റെ ഏതോ മേഖലയ്ക്കകത്തോ പുറപ്പെടുവാൻ കഴിയാതവണ്ണം നിന്നെ ബന്ധിച്ച് പിശാച് ഒരു സ്ഥാനത്ത് ഒതുക്കിക്കൂട്ടിയിരിക്കുന്നു. കർത്താവ് പറയുന്നു, നിനക്കൊരു പുറപ്പാടുണ്ടോ. നീ പുറപ്പെടുവാൻ പോകുന്ന ഒരു അധികാരത്തിന്റെ ശക്തി, ഒരു അധികാരത്തിന്റെ ശക്തി ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് കൈമാറുന്ന ഒരു അന്യഭാഷകളിൽ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഇന്ന് പകലിൽ ആ ദൂത് ഏറ്റെടുത്താട്ടെ. എന്റെ അവസ്ഥ മാറും. ഒരു പുറപ്പെടൽ ആമേൻ ഹാലു എന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം നൽകുവാൻ പോകുന്നു. ഒത്തിരി നാളുകൾ കൊണ്ട് ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കൂടി നീ കടന്നു പോകുന്നു.
പോകുന്നുണ്ട്, പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. പ്രതീക്ഷിച്ച സന്തോഷം, പ്രതീക്ഷിച്ച നന്മ, പ്രതീക്ഷിച്ച ലെവലിൽ കൂടി നിനക്ക് മാറുവാൻ കഴിയുന്നില്ല. എന്നും കടബാധ്യത, എന്നും തൊഴിലില്ലായ്മ, എന്നും നിന്ന, ഒന്നുമില്ലാത്തവനെന്ന പരിഹാസം, ഒന്നുമില്ലാത്തവളെന്ന പരിഹാസം കേട്ട് കേട്ട് മടുത്തു. നിന്റെ ജീവിതം മരവിച്ചൊരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. കർത്താവ് പറയുന്നു, ഈ മരവിപ്പിനൊരു അറുതി വരുന്ന രാത്രിയായി ഇന്ന്. ജൂഡാമന അതരം ധരേരകൾ കടകശി ജീവിതം മരവിച്ചു പോയെന്ന് ദുഃഖിച്ചു കിടക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുന്നു, നിന്റെ മരവിച്ച അവസ്ഥയെ, നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ. യാക്കോബിന്റെ സ്ഥിതിയെ മാറ്റിയെങ്കിൽ, ഇസ്രായേലിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയെങ്കിൽ, യാക്കോബിന്റെ ഉള്ളത്തെ സന്തോഷം കൊണ്ട് നിറച്ചുവെങ്കിൽ, ജൂഡാമന അധാരക ജിയാം തേനെ ഇസ്രായേൽ മക്കൾക്ക് ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടുവെങ്കിൽ, ഓ റാമന ഷേം തേനെ നിന്നെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ മുൻപാകെ ദൈവം നിനക്ക് ചില പാതകളെ ഒരുക്കുവാൻ പോകുന്നു. ജൂഡാമന അതനഘടക ശബ്ദനാരകൾ കടകസി. ആരൊക്കെയും നിന്റെ മുഖത്ത് നോക്കി നിന്നെ പുച്ഛിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. ഒരിക്കലും നിന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം ഉണ്ടാകത്തില്ല. ആമേൻ. നിനക്കൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്നോ ആര് നിന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞോ, ആര് നിന്നെക്കുറിച്ച് പരിഹസിക്കുന്നോ, വചനം പറയുന്നു, നിന്റെ അവസ്ഥ മാറ്റും. ജൂഡാമന ഹതനഘടകസി നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ സ്വർഗത്തിലെ അപ്പന് കഴിയും. നിന്റെ ഇന്നത്തെ സാഹചര്യങ്ങളെ, നിന്റെ ഇന്നലെകളെക്കാൾ നിന്റെ നാളുകളെ ആമൻ ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തു തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതേ ആരോഗ്യമുള്ള ശരീരം, ആമൻ സന്തോഷമുള്ള കുടുംബജീവിതം, ആമൻ ആഗ്രഹിക്കുന്ന ഉയർച്ച. ജൂഡാമന അധരം ധരേതകൾ കടകശി ദീപൽ പ്രൗഢവന അർത്ഥനാരകൾ കട. ചില ഉദരങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട്, ചില യൂട്രസ് സംബന്ധമായ ചില രോഗങ്ങൾ, അസഗ്നീയമായ ബ്ലീഡിങ്ങുകൾ ഇന്ന് പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട്. ചില ശരീരങ്ങളെ ജൂഡാമന ഹതനഘടകശി ഇന്ന് ആമേൻ ആമേൻ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ച അതേ ശക്തി, ആ പുറപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് ഈ സമയം നിന്റെ ശരീരത്തെ തൊടുന്നുണ്ട്. റമന ശംതേനെ ചില ഉദരങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട്. അപോഷം ചെയ്തു കളയുന്ന നിന്റെ ഉദരത്തെ, ഓ റാഥാലക ജിയാംതേനെ ആരോടുള്ള ദൂത, ഇതുവരെയും നിന്റെ ജീവിതത്തെ പിശാച് ബന്ധിച്ചു. നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുവാൻ പോകുന്നു. നിന്റെ ഗതികേടിനെ പരിശുദ്ധാത്മാവ് നിന്നെ ഗതിയുള്ളവളാക്കി, നിന്നെ ഗതിയുള്ളവനാക്കി. ഓ റമന ശംതേനെ അത്തരകടക ശബ്ദനാരകൾ കടകസി. എനിക്കറിയത്തില്ല, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം നിന്റെ ശരീരത്തെ സന്ദർശിക്കുവാൻ പോകുന്നു. ജൂഡാമന അത്തരകടക ശബ്ദനാരകൾ കടകസി. നീ ഒത്തിരി ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു, ഒത്തിരി യൂറിൻ ടെസ്റ്റുകൾ ചെയ്തു, ഒത്തിരി സ്കാനിങ്ങുകൾ എടുത്തു. വൈദ്യശാസ്ത്രം പറയുന്നു ഇനി ഉണ്ടാകത്തില്ല, ഇനി ഉദരത്തിലകത്തൊന്നും ഒരു തലമുറ ഉണ്ടാകത്തില്ല. ഞാൻ പറയുന്നു വിശ്വാസത്തോടെ ഈ വചനം ഉള്ളിൽ ചേർത്ത് പിടിച്ച് ഞാൻ പറയട്ടെ, നിന്റെ ഉദരത്തിൽ നീ ആഗ്രഹിക്കുന്ന തലമുറയെ എന്റെ ദൈവം നിനക്ക് നൽകുവാൻ പോവുകയാ. ജൂഡാമന അഥാന അശേന്തേനെ റേത്തേര കടകശി. അതെ, നിന്റെ ഗതികേടിനെ, നിന്റെ നിന്ന എന്ന കല്ലിനെ, ഓ റാഖാസിയാംതേനെ റേത്തേര കടകശി, ഒന്നുമില്ലാത്തവളെന്ന നിന്റെ ഗതികേടിനെ പരിശുദ്ധാത്മാവ് സ്ഥിതിയെ മാറ്റി തരുവാൻ പോവുകയാ. റമനഘടക ശബ്ദനാരകൾ കടകശി. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെയും ആമൻ ഗതിയില്ലാത്തവരെന്ന് പറഞ്ഞു, ഒന്നിനും കൊള്ളാത്തവരെന്ന് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബക്കാരുടെ മുമ്പിൽ, ഞങ്ങളുടെ സഭയ്ക്ക് നടുവിൽ, ഞങ്ങളുടെ ദേശത്തിന്റെ നടുവിൽ, ഞങ്ങളുടെ ബന്ധമിത്രാദികളുടെ നടുവിൽ ഞങ്ങളെ ഒരു സമയം തള്ളിക്കളഞ്ഞതാ. ഞങ്ങളുടെ ഗതികേടിനെ ഗതിയുള്ളവനാക്കി മാറ്റിയെങ്കിൽ ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ, ഈ ഗതികേടിനെ കർത്താവ് മാറ്റും. നിന്റെ സ്ഥിതിയെ കർത്താവ് മാറ്റും. നീ സന്തോഷിക്കുവാൻ പോകുന്നു, നിന്റെ ഉള്ളം നീ ആനന്ദിക്കുവാൻ പോകുന്നു. ഓ റാദാല സിയാംതേനെ റേത്തേലഘടക ശബ്ദനാരകൾ കടകസി. 4 പേരുടെ മുൻപിൽ നീ ഒരു മൂടുപടമിട്ട് ചിരിക്കുന്നുണ്ട്. ഈ ചിരിയല്ല നിന്റെ ഉള്ളിനകത്ത് നിന്ന് വരുന്ന സന്തോഷം. ആമൻ, നീ പ്രാപിച്ച നന്മകളെ ചേർത്ത് പിടിച്ചോ നീ ഈ ദിവസങ്ങളിൽ സന്തോഷിക്കുവാൻ പോകുക. നിന്റെ ലെവൽ മാറുവാൻ പോകുന്നു. അതേ ദൂത് നിന്നോട് സംസാരിക്കുന്നേ, നിന്റെ ലെവലിനെ കർത്താവ് മാറ്റുവാൻ പോകുന്നു. റമനക സിയാംതേനെ നീ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇട്ടിരിക്കുന്ന ചില പദ്ധതികളുണ്ടല്ലോ, ചില തീരുമാനങ്ങളുണ്ടല്ലോ, നിന്റെ തീരുമാനങ്ങളെക്കാൾ അപ്പുറമായി, നിന്റെ പ്രതീക്ഷകളെക്കാൾ അപ്പുറമായി, നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി നിന്റെ തീരുമാനങ്ങളെ സ്വർഗത്തിലേക്ക് മാറ്റിമറിക്കുവാൻ പോകുന്നു. നിന്റെ വഴികളല്ല അപ്പന്റെ വഴികൾ, നിന്റെ വിചാരങ്ങളല്ല അപ്പന്റെ വഴികൾ. നീ ചിന്തിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി. ഓ ജൂഡമന ഹതനഘടക ശബ്ദനാരകൾ കടകശി. പരിശുദ്ധാത്മാവ് എന്നോട് അപ്രകാരം തന്നെ ദൂത് പറയുവാൻ പറയുന്നു. നീ ചിന്തിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി. ഓ ജൂഡമനകസിയ, ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ, നീ ചിന്തിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി സ്വർഗത്തിലെ ദൈവം നിന്റെ ഗതിയെ മാറ്റുവാൻ പോകുന്നു. ആമൻ, നീ ചിന്തിക്കുന്ന പദ്ധതിയേക്കാൾ, ആമൻ നീ ആലോചിക്കുന്ന പദ്ധതിയേക്കാൾ, അതേ മാതാവേ, നിന്റെ തലമുറയുടെ ഭാവിയെ കർത്താവ് മാറ്റി
മാറ്റുവാൻ പോകുന്നു. രാജ്യത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കുവാൻ പോകുന്നു. നിന്നെ തകർക്കുവാൻ, നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന ചില ദുഷ്ട പിശാചുണ്ട്. അതിനെ തകർക്കുവാനുള്ള ഒരു ബലത്തെ, അവൻ അധികാരത്തെ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുവാൻ പോകുക. ആമേൻ. നമുക്കിവിടെ കാണുവാൻ കഴിയും. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം വായിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, തീരുമാനത്തിനനുസരിച്ച് ഗതിയില്ലാത്തവനെ ഗതിയുള്ളവനാക്കി മാറ്റി. ആമേൻ. സാഹചര്യം പ്രതികൂലമായി നിന്നപ്പോൾ ആമേൻ തീരുമാനത്തിനകത്ത് ഉറച്ചു നിന്ന യാക്കോബിനെ സ്വർഗത്തിലെ അപ്പൻ മാനിച്ചു. അവൻ ആഗ്രഹിച്ച ആമേൻ സന്തോഷത്തിലേക്ക് സ്വർഗത്തിലെ അപ്പൻ അവനെ എത്തിക്കുവാനിടയായി. നമുക്ക് കാണുവാൻ കഴിയും. എല്ലാവർക്കും സുപരിചിതമായ ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം. നമുക്കവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഇസ്ഹാക്കിന്റെ 2 തലമുറകൾ, യേശാവും യാക്കോബും. ആമേൻ ഹല്ലേലൂയ. ആമേൻ. അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ തന്നെ, അവരുടെ യൗവന പ്രായത്തിൽ തന്നെ യേശാവിന് തന്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടു. ആമേൻ ഹല്ലേലൂയ. ഇസ്ഹാക്ക് ആമേൻ ഉപായത്താൽ, ആമേൻ ഉപായിയായ ആമേൻ യാക്കോബ് ആമേൻ ഉപായത്താൽ യേശാവിൽ നിന്ന് ജ്യേഷ്ഠാവകാശത്തെ തട്ടിപ്പറിക്കുവാൻ ഇടയായി. അവനോടൊപ്പം ആര് കൂടെ ഉണ്ടായിരുന്നു? സ്വർഗത്തിലെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, ആമേൻ അബ്രഹാമിന്റെ ദൈവം, ആമേൻ യാക്കോബിനോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. തുടർന്ന് നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ ആമേൻ ഇസ്ഹാക്ക് ആമേൻ മരണശയ്യയിൽ കിടക്കുമ്പോൾ ആമേൻ ഇസ്ഹാക്കിന്റെ കൈവെപ്പിനാലുള്ള അനുഗ്രഹം, അവന്റെ വാക്കിനാലുള്ള അനുഗ്രഹം പ്രാപിക്കുവാൻ ആമേൻ ഹല്ലേലൂയ തന്റെ മാതാവ് പറഞ്ഞതിന് പ്രകാരം ഉപായത്താൽ അപ്പന്റെ അടുക്കൽ ചെന്ന് വാഗ്ദത്തം മുഴുവനും ആമേൻ അനുഗ്രഹം മുഴുവനും തട്ടിപ്പറിച്ചു. ആമേൻ യാക്കോബ് ഇതാ ഓടുന്നുണ്ട്. ഹല്ലേലൂയ. മരുഭൂമിയിലേക്ക്, ആമേൻ ഹല്ലേലൂയ, കാടുകൾക്കുള്ളിലേക്ക് നീണ്ട ആമേൻ ഹല്ലേലൂയ യാത്രകൾ ആമേൻ ചെയ്ത് തന്റെ അപ്പന്റെ അമ്മായി അപ്പന്റെ ഭവനത്തിൽ, ലാബാന്റെ ഭവനത്തിൽ ഓടിപ്പോകുന്ന ഒരു യാത്ര എല്ലാവർക്കും സുപരിചിതമാണ്. ഹല്ലേലൂയ. ഓടിപ്പോകുന്ന സമയത്ത് ആമേൻ ഹല്ലേലൂയ ആമേൻ താനൊരു സ്വപ്നം കണ്ടു. അതെ, നീ ഒരു ദർശനക്കാരനാ, നീ ഒരു ദർശനക്കാരിയാ. നീ കാണുന്ന ദർശനങ്ങളൊന്നും വെറുതെ അല്ല കേട്ടോ. നിന്നോടാ പറയുന്ന ദൂത്. നീ കണ്ടിട്ടുള്ള ദർശനങ്ങളൊന്നും, നീ കേട്ടിട്ടുള്ള വാഗ്ദത്തങ്ങളൊന്നും അത് വെറുതെയായി പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. അത് നിവർത്തീകരിക്കുമെന്ന്, നീ ആ നിവർത്തീകരണം കാണുമെന്ന്, നീ ആ ദർശനത്തിന്റെ പൂർത്തീകരണം കാണുമെന്ന് നിന്നോട് ദൈവം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്നോട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേ സഹോദര, നീ ഓടുന്നതൊന്നും വെറുതെയല്ലെന്ന്, നീ അധ്വാനിക്കുന്നതൊന്നും വൃഥാവായി തീരത്തില്ലെന്ന്, നിന്റെ തലമുറയെക്കുറിച്ച് നീ കണ്ട ആമേൻ കാഴ്ചപ്പാട്, നിന്റെ കുടുംബത്തെക്കുറിച്ച് നീ കണ്ട കാഴ്ചപ്പാട്, നിന്റെ ജോലി എന്ന സ്വപ്നം, നിനക്ക് നല്ല ഭവനം എന്ന സ്വപ്നം, ഓ റമന ശെന്തനെ റീതാലഘടകശിയ അർത്ഥപ്രൗഢവനെ, ഇതൊക്കെ നീ കാണുമെന്ന് വേറൊരാളുടെ കണ്ണുകൊണ്ടല്ല, നിന്റെ സ്വന്തം കണ്ണുകൊണ്ട്. നിന്റെ മരണത്തിന് മുമ്പേ തന്നെ ഓ റമന ശെന്തനെ ആരൊക്കെയോ പറയുന്നുണ്ട്, അയ്യോ ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പേ, എന്റെ ശ്വാസം മുകളിലോട്ട് പോകുന്നതിന് മുമ്പേ ഈ വാഗ്ദത്തങ്ങളൊക്കെ എനിക്ക് കാണുവാൻ കഴിയുമോ? ഞാൻ കേട്ട വാഗ്ദത്തങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയുമോ? നിശ്ചയമായി നീ പ്രാപിക്കും കേട്ടോ. നിശ്ചയമായും നിന്റെ അതിരുകൾ വിശാലമാകും കേട്ടോ. നിന്റെ പേരിനെ അവൻ മാറ്റും കേട്ടോ. നിന്റെ അഡ്രസ്സിനെ കർത്താവ് മാറ്റും. എനിക്കറിയത്തില്ല ആരോടെ പരിശുദ്ധാത്മ പറയുന്നു, വാടക വീടെന്ന ലേവലിലല്ല നീ ഇനി അറിയപ്പെടുവാൻ പോകുന്നത്. സ്വന്തമായ ഭവനമുള്ളവനായി, സ്വന്തമായ ഭവനമുള്ളവളായി സ്വർഗത്തിലെ അപ്പൻ നിനക്ക് ഭവനം തരുവാൻ പോകുന്നു. വിശ്വസിക്കുവാൻ തയ്യാറാണോ? നീ വിശ്വസിക്കുന്നുണ്ടോ? നിനക്ക് സ്വന്തമായി ജൂഡമന അധനഘടക ശന്തന ഒരു വാഹനത്തിന് വേണ്ടി നീ കരയുന്നുണ്ടോ? ദീർഘവർഷങ്ങൾ കൊണ്ട് നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? നിനക്കൊരു ഭവനത്തിന് വേണ്ടി, ആമേൻ, നിനക്കൊരു വാഹനത്തിന് വേണ്ടി, ചില വസ്തുക്കൾക്ക് വേണ്ടി, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി നീ കരയുന്നില്ലേ? സ്വർഗത്തിലെ ദൈവം പറയുന്ന ദൂത, ആമേൻ, നിന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ, ആമേൻ, ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നിന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ അവൻ പിന്നെ ആരെ അനുഗ്രഹിക്കേണ്ടത്? ആമേൻ ആമേൻ. ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അല്പനേരത്തേക്ക് നിന്നെ അവൻ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോടെ സ്വർഗത്തിലെ അപ്പൻ നിന്നെ ചേർത്തുകൊള്ളും. നിന്റെ ബുദ്ധിമുട്ടുകളെ തീർത്തോ, നിന്റെ ദാരിദ്ര്യത്തെ തീർത്തോ, നിന്റെ ഇല്ലായ്മയെ തീർത്തോ, നിന്റെ കണ്ണുനീരിനെ തുടച്ചോ, നിന്റെ ദുഃഖത്തെ മാറ്റി, നിന്റെ വേദനകളെ മാറ്റി, നിന്റെ പ്രയാസത്തിന്റെ അനുഭവങ്ങളെ മാറ്റി, പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ നിന്റെ ജീവിതത്തിൽ, ആമേൻ, നിറങ്ങൾ മങ്ങിപ്പോയ നിന്റെ ജീവിതത്തിൽ, ആമേൻ, വർണ്ണശിബളിതമായ ദിവസങ്ങളിൽ കർത്താവ് നൽകുവാൻ പോകുക. ഹല്ലേലൂയ. യാക്കോബ് ഇതാ ഇറങ്ങിത്തിരിച്ചു. അവനൊരു ദർശനം കണ്ടു. ആമേൻ ഹല്ലേലൂയ. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവേണി, ആമേൻ ആമേൻ ആമേൻ, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കൂറി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. അതിൽ നിന്നുകൊണ്ട് ആമേൻ അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവമായി യഹോവ അരുളി ചെയ്യുന്നു, നീ കിടക്കുന്ന
ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. അതെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ദൂത, നീ കിടക്കുന്ന രാജ്യം, അതെ നീ കിടക്കുന്ന ആ സ്റ്റേറ്റിൽ ദൈവം നിനക്കൊരു അവകാശം നൽകുവാൻ പോകുന്നു. അതേ, സങ്കീർത്തനക്കാരൻ പറയുന്നു, അതേ അവകാശത്തിന്റെ അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചു. നീ ദൃഷ്ടി വെച്ചിരിക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, നീ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഭവനമുണ്ടല്ലോ, അതും നിനക്കും നിന്റെ സന്തതിക്കും. അതേ സഹോദര, അതേ സഹോദരി, നീ ആ രാജ്യത്ത് കിടന്ന് കരയുന്നില്ലേ, എനിക്കിവിടെ സ്വന്തമായ ഒരു ഭവനം വേണം, ഈ ഞാൻ കിടക്കുന്ന ഈ ഭൂമി എനിക്ക് സ്വന്തമാക്കി തരണമെന്ന് നീ വിശ്വസിക്കുമെങ്കിൽ, നീ പ്രാർത്ഥിക്കുമെങ്കിൽ, ദൈവം നിന്നോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോട് ദർശനത്തിൽ അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, വാക്കുകളിലൂടെ അഭിഷക്തരിലൂടെ നിന്നോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ വാക്തത്വം നീ പ്രാപിക്കും. നീയും നിന്റെ തലമുറയും. മറ്റൊരാളല്ല, നിന്റെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നല്ല ഞാൻ പറയുന്നത്, നീയും നിന്റെ തലമുറയും. അതെ, നിനക്കും നിന്റെ തലമുറയ്ക്കും പരിശുദ്ധാത്മാവ് അവകാശമായി തരും. ഹല്ലേലൂയ. നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് നിന്റെ നന്മയുടെ വഴികളെ പരിശുദ്ധാത്മാവ് സ്പ്രെഡ് ചെയ്യുവാൻ പോകുന്നു. അതെ, നിന്റെ ബിസിനസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുവാൻ പോകുന്നു. അതേ അഭിഷക്തനെ, നിന്റെ ശുശ്രൂഷയുടെ ആത്മീകതയുടെ തലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചലിക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നു. നിന്റെ ആത്മീക ലെവൽ, നിന്റെ ശുശ്രൂഷയുടെ അഭിഷേകത്തിന്റെ ലെവൽ, നിന്റെ ശബ്ദത്തിന്റെ ലെവൽ, ജൂഡവന ഹതനഘടകജിയ അർത്ഥപ്രൗഢവന. നീ പറയുന്നുണ്ട്, ഇവിടെ മാത്രം എനിക്ക് ഒതുങ്ങിയാൽ മതി, ഈ സഭയ്ക്കകത്ത് മാത്രം എന്റെ ശബ്ദം ഒതുങ്ങിയാൽ മതി. പരിശുദ്ധാത്മാവ് ദൂത് പറയുക, നിന്റെ രാജ്യങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും നിന്റെ ശബ്ദത്തെ നിന്റെ ആത്മീക ലെവലിനെ പരിശുദ്ധാത്മാവ് ഇതാ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ജൂഡമന ഘടകശിയ. ബിസിനസ് ചെയ്യുന്ന സഹോദര, ബിസിനസ് ചെയ്യുന്ന സഹോദരി, നിന്റെ ബിസിനസിനെ കർത്താവ് വളർത്തുവാൻ പോകുന്നു. വളർച്ചയെ മുരടിപ്പിച്ച, നിന്റെ ബിസിനസിനെ പൂട്ടിക്കെട്ടിയ, നിനക്ക് വിരോധമായി ചതിക്കുഴികൾ ഉണ്ടാക്കിയ ചില വ്യക്തികളുടെ നടുവിൽ നിന്ന് നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ജൂഡാമന ഹംദന റേഥേലഘടക ശംദനാരകൾ ഘടകശി. വിശ്വസിക്കുവാൻ തയ്യാറാണോ? വിശ്വസിക്കുവാൻ തയ്യാറാണോ? ആമേൻ ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ദർശനം കാണുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ഇതാ അവൻ കടന്നു പോകുന്ന യാത്രയിൽ മുഴുവനും അവനെ കടിച്ചു കീറുന്ന ആമേൻ ഹല്ലേലൂയ ഈ ആമേൻ ഹലോ അന്യമൃഗങ്ങൾ, ആമേൻ ഹല്ലേലൂയ അവനെ കടിച്ചു കീറുന്ന ആമേൻ ഹല്ലേലൂയ പൈശാചിക ബന്ധനങ്ങൾ, അവൻ കടന്നു പോകുന്ന വഴികളിലെല്ലാം ഇരുള് നിറഞ്ഞ അനുഭവം, ദുർഘടമായ മേടുകൾ, ആമേൻ കല്ലും മുള്ളും പറക്കാരെയും നിറഞ്ഞ ആമേൻ വഴികളിലൂടെ, ആമേൻ ഹല ഇരുട്ടിന്റെ വഴികളിലൂടെ യാക്കോബ് കടന്നു പോകുമ്പോൾ യാക്കോബ് ദൈവത്തോട് പറഞ്ഞ വാക്കിതാ, അപ്പാ ആമേൻ നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണമേ, നീ എന്നോട് എന്ത് പറഞ്ഞോ അത് ഞാൻ വിശ്വസിക്കുന്നു, നീ എനിക്ക് വേണ്ടി ചെയ്യുന്നവനാണ്. ഈ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരുന്നു. ആമേൻ എനിക്ക് ആമേൻ സഞ്ചരിപ്പാൻ, ആമേൻ ഹല്ലേലൂയ കാലുകളെ ബലപ്പെടുത്തി, എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം, ഉടുക്കുവാൻ വസ്ത്രം, എനിക്ക് ആരോഗ്യം ബലവും നൽകി. ഞാൻ എന്റെ അമ്മായി അപ്പന്റെ ഭവനത്തിൽ എത്തി മടങ്ങി വരുമ്പോൾ ആമേൻ നീ എന്നെ സൂക്ഷിക്കുമെന്നുണ്ടെങ്കിൽ, നീ എന്നെ കരുതുന്നുണ്ടെങ്കിൽ, ഞാൻ തിരികെ വരുമ്പോൾ ആമേൻ ഞാൻ തലയിണയായി വെച്ച ഈ കല്ല് ഇവിടെ ഒരു ആലയമായി ഞാൻ പണിയും. ദൈവസ്ഥ തീരുമാനമെടുത്തു. പ്രിയ ദൈവവൈദ്യ, നീ തീരുമാനമെടുക്കുവാൻ തയ്യാറാണോ? നിന്റെ തീരുമാനങ്ങൾ നിന്റെ ഗതിയെ മാറ്റും. ജൂഡമന ഹതനഘടകശി. നിന്റെ തീരുമാനങ്ങൾ, ദൈവസന്നിധി നീ എടുക്കുന്ന തീരുമാനങ്ങൾ, ദൈവസന്നിധി നീ പറഞ്ഞ തീരുമാനങ്ങൾക്ക് സ്വർഗത്തിലധികം ഭംഗം വരുത്തത്തില്ല. നീ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഭംഗം വന്നാലും നിന്നോട് അരുളി ചെയ്ത വാഗ്ദത്തത്തിന് അവനൊരു മാറ്റവും വരുത്തത്തില്ല. വിശ്വസിക്കുവാൻ തയ്യാറാണോ? വിശ്വസിക്കുവാൻ തയ്യാറാണോ? രാജ്യങ്ങൾ നീ കടക്കും, പട്ടണങ്ങൾ നീ കടക്കും, നീ ആഗ്രഹിക്കുന്ന നന്മ നീ പ്രാപിക്കും. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും, നിനക്ക് ഉദരഫലം തരും. നിന്റെ തീരുമാനത്തിനകത്ത് ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുവാൻ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഇട്ടിട്ട് പോകുന്നവരെ പോലെയല്ല. യാക്കോബ് മൽപ്പിടുത്തം വിടുത്തിയതുപോലെ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു, എന്റെ അതിരുകളെ വിശാലമാക്കി. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ആമേൻ. നീ ഉടമ്പടി എടുക്കുമോ? നീ തീരുമാനം എടുക്കുമോ? നിന്റെ ലെവൽ മാറുവാൻ പോകുന്നു, നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ പോകുന്നു, നിന്റെ പേരിനെ അവൻ മാറ്റുവാൻ പോകുന്നു. ഹല്ലേലൂയ. നിന്റെ ഗതികേടിനെ അവൻ മാറ്റുവാൻ പോകുന്നു. നിന്റെ തീരുമാനത്തെ ഒന്ന് മാറ്റിപ്പിടിക്കുക, നിന്റെ അവസ്ഥയെ മാറ്റും. ആമേൻ ഹല്ലേലൂയ. നീ ആനന്ദിക്കുവാൻ പോകുന്നു, നീ സന്തോഷിക്കും
മാറ്റിക്കുവാൻ പോകുന്നു. നിന്റെ അവസ്ഥയെ കർത്താവ് മാറ്റുവാൻ പോകുന്നു. ലോകം നിന്നെ ഒരു ഗതികെട്ടവനെന്ന് പറയുമ്പോൾ, ലോകം ഗതികെട്ടവളെന്ന് ജോലി സ്ഥലത്ത് നിന്നെ പുച്ഛിക്കുമ്പോൾ, നിന്റെ കുടുംബ ജീവിതത്തകത്ത് പുച്ഛിക്കുമ്പോൾ, ഒന്നുമില്ലാത്തവളെന്ന് പറഞ്ഞ് നിന്നെ ആട്ടിപ്പായിക്കുമ്പോൾ, നിറഞ്ഞ മനസ്സോടെ ഈ വചനവും എടുത്തു പറയട്ടെ, അവൻ എന്നെ മാനിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തെ കർത്താവ് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായി ഞാനൊരു ദൂത് കൈമാറാ. ഈ ദൈവം എന്റെ ദൈവമാണ്. അവൻ നിങ്ങളെയും ദൈവമാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളുടെ അവസ്ഥ മാറും. കണ്ണുകളടച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ജൂഡാമന ഹദാന റേത്തേലഘടക ശന്തനാരകൾ കടകസി. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ആമേൻ യാക്കോബ് ആനന്ദിക്കുകയും ആമേൻ സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവരുടെ ദുഃഖം ആനന്ദമായി മാറട്ടെ, ഇവരുടെ വേദന ആനന്ദമായി മാറട്ടെ. കർത്താവേ, ഇവരുടെ രോഗങ്ങൾ മാറണം, സ്വന്തമായ ഭവനം ഉണ്ടാകണം, കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണം, ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടണം. ഇവിടെ ലെവലുകൾ മാറട്ടെ പച്ചാ. കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണം. ഐശ്വര്യം സമ്പത്തും ഇവർക്കുണ്ടാകണമേ. എല്ലാ ഉയർച്ചകളും നന്മകളും നൽകി അടിയന മുമ്പിലായിരിക്കുന്ന ജനത്തിയടിയിൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒറ്റപ്പെടലുകൾക്ക് അവസാനം ഉണ്ടാകട്ടെ, വേദനകൾക്ക് അവസാനം ഉണ്ടാകട്ടെ. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. യേശുവിൻ നാമത്തിന്റെ പിതാവേ, ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്നു. സ്ക്രീൻ നമ്പർ നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം, പ്രാർത്ഥന വിഷയം വാട്സ്ആപ്പിൽ മെസ്സേജ് ആയിട്ടിരിക്കുക. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 11:30 മണി മുതൽ 1 മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവായി തന്നെ പ്രാർത്ഥിക്കുന്നു. കോൺടാക്ട് ചെയ്യുക. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ സഭായോഗം രാവിലെ 10 മണി മുതൽ 12 മണി വരെ കാക്കാമുല പ്രേക്ഷർ ഫാമിലിയിലും, ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ MS പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ ആരാധനയുണ്ട്. നിങ്ങൾ കടന്നു വരിക. ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ അനേകരിലേക്ക് ഷെയർ ചെയ്യുക. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും, ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.